ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2018 നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇത് നടക്കുന്നത് USA നോർത്ത് കരോളയിലാണ്. അവിടെ രണ്ട് ദമ്പതികൾ ക്രിസ് ആൻഡ് ഷെനൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പം തൊട്ടേ ജീവിച്ചു വരികയാണ്. അവർ 2010 ഫേസ്ബുക്കിൽ കൂടെ കണ്ട് ഇഷ്ടപ്പെടുകയും അതിനുശേഷം 2012 മാരേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർക്ക് രണ്ട് പെൺകുട്ടികളുമാണ് ഉള്ളത്. അങ്ങനെ സന്തോഷമായിട്ടുള്ളൊരു ജീവിതമാണ് അവർ നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിയുന്നു. അതേ സമയത്തുണ്ടെങ്കിൽ ഷെനൈനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഫേസ്ബുക്കിൽ ഭയങ്കര ആക്റ്റീവാണ്. തൻ്റെ വീട്ടുകാര്യങ്ങളും തൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു. അങ്ങനെ നല്ല രീതിയിൽ നടന്നു കൊണ്ടുപോയിരിക്കുകയാണ്. അങ്ങനെ 2018 എത്തുകയും ആഗസ്റ്റ് 13 ആകുമ്പോൾ ഷെനൈനെയും കുട്ടികളെയും കാണാതാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 3 ദിവസം കഴിയുമ്പോൾ അവരുടെ ബോഡി കിട്ടുകയാണ് ചെയ്യുന്നത്. ഷെനൻ്റെ ഉണ്ടെങ്കിൽ ഒരു റിമോട്ട് ഏരിയയിൽ കുരിശിട്ട നിലയിൽ കാണുകയും അതിൻ്റെ അടുത്ത് തന്നെ 2 ടാങ്ക് ഉണ്ട്, ഓയിൽ ടാങ്ക്. അതിനകത്ത് ആ 2 പിള്ളേരുടെയും ശവവും കിട്ടുകയും ചെയ്യുന്നു. ക്രിസിനെയും ഷെനനെയും പറ്റി പറഞ്ഞാൽ, ക്രിസ് ഉണ്ടെങ്കിൽ ഒരു പെട്രോളിയം കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അതോടെ തന്നെ ഷെനൻ ഉണ്ടെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഭയങ്കര കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷെനൻ ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി തൻ്റെ ഫ്രണ്ടിനോട് ചേർന്ന് ബിസിനസ് ട്രിപ്പ് പോവുകയും തിരിച്ച് ആഗസ്റ്റ് 13 രാവിലെ തിരിച്ച് വന്ന് ഷെനൻ്റെ ഫ്രണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുന്നതും. ഷെനൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, ഞാൻ രാവിലെ നിന്നെ കോൺടാക്റ്റ് ചെയ്യാം, സോ തീർച്ചയായിട്ടും നമുക്ക് ആ സമയത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഷെനൻ്റെ ഫ്രണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ രാവിലെ ആയിട്ടും വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് ഒരു വിവരവും കിട്ടുന്നില്ല. അപ്പോൾ ഷെനൻ്റെ ഫ്രണ്ടിന് ഭയങ്കരമായിട്ട് ടെൻഷനും പേടിയാവുകയാണ് ചെയ്യുന്നത്. എന്തോ ഒരു വിവരവും കിട്ടുന്നില്ല. അപ്പോൾ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുമ്പോഴത്തേക്ക് വീട് അടച്ചു കിടക്കുന്നു. ഒരു ബെല്ലടിച്ചിട്ട് ആരും തുറക്കുന്നതുമില്ല. പക്ഷേ എന്തുവാണെന്ന് അറിയുന്നില്ല. അപ്പോൾ തന്നെ ഷെനൻ്റെ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ക്രിസിനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ് പറയുന്നുണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും പോയതായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കുമെന്ന്. പക്ഷേ ഷെനൻ്റെ ഫ്രണ്ട് നോക്കുമ്പോഴത്തേക്ക് ഗറാജിൽ അവരുടെ കാറും അതുപോലെ തന്നെ ആ കാറിനകത്തുണ്ടെങ്കിൽ കുട്ടികളുടെ സീറ്റും ഇരിപ്പുണ്ട്. നമ്മളിവിടുത്തെ കണക്കല്ല, അവിടെ ഉണ്ടെങ്കിൽ കുട്ടികളെ വെളിയിൽ കൊണ്ടുപോകണമെങ്കിൽ അവർക്കൊന്നൊരു സീറ്റ് വെച്ചിരിക്കണം. അതിനകത്തിരുത്തി മാത്രമേ കുട്ടികളെ കൊണ്ടുപോകാൻ പാടുള്ളൂ. അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. പക്ഷേ പക്ഷേ ആ വീടിനകത്തോ അവിടെ എങ്ങും അവരെ പറ്റിയുള്ള ഒരു വിവരവും കാണുന്നില്ല. പക്ഷേ ഷെനൻ്റെ ഫ്രണ്ടിന് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള പേടി വരികയാണ് ചെയ്യുന്നത്. ഉടനെ തന്നെ ഷെനൻ്റെ കൂട്ടുകാരി പോലീസിനെ വിളിച്ച് കാര്യം പറയുകയാണ് ചെയ്യുന്നത്. പോലീസ് അവിടെ എത്തുകയും ക്രിസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ക്രിസ് എത്തുമ്പോഴത്തേക്ക് ക്രിസിൻ്റെ അടുത്ത് പറഞ്ഞ് കതവ് തുറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോലീസ് വീട്ടിനകത്ത് എൻ്റർ ആകുമ്പോൾ കാണുന്നത് അവിടെ അവരുടെ ഡോഗ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. ആ റൂമെല്ലാം പരിധി നോക്കിയപ്പോഴത്തേക്ക് ഷെനൻ്റെ എൻഗേജ്മെൻറ്റ് റിങ് ഉണ്ടെങ്കിൽ അവിടെ ടേബിളിൽ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അതേ സമയത്ത് ബാഗും ബെഡ്ഷീറ്റും ഒക്കെ ഡസ്റ്റ്ബിന്നിൽ കിടക്കുന്ന പോലെയും കാണുന്നുണ്ട്. എന്തോ ഒരു വിവരം കിട്ടുന്നതുമില്ല. അവിടെ പോലീസൊക്കെ അന്വേഷിക്കുകയും വേറെ ഒരു വിവരം കിട്ടാതിരിക്കുകയും ചെയ്യുന്നു. ആ സമയത്താണ് അവരുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലും ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. സോ അവിടെ പോയി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് പോലീസും ക്രിസും കൂടെ പോവുകയാണ്. അങ്ങനെ CCTV ചെക്ക് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് ക്രിസ് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന പോലെ പോലീസിൻ്റെ ശ്രദ്ധയപ്പെടുകയാണ്. അവിടെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തോ കാര്യമൊന്നും അറിയത്തില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ക്രിസ് ഉണ്ടെങ്കിൽ ഏതൊരു ട്രക്ക് കൊണ്ടുവന്ന് ഒരു 15 മിനിറ്റ് നേരം ഗരാജിൽ നിന്ന് എന്തോ ലോഡ് ചെയ്യുന്ന കണക്ക് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോലീസിനും ക്രിസിനോട് ഭയങ്കരമായിട്ടുള്ള ഡൗട്ട് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ക്രിസ് ഉണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ പ്രസിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുകയാണ്. എങ്ങനെയെങ്കിലും എൻ്റെ ഭാര്യ മക്കളെ എനിക്ക് തിരിച്ചു വേണം, ഞാൻ അവരില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. പക്ഷേ പോലീസ് ഉണ്ടെങ്കിൽ ക്രിസിനെ വിളിച്ച് ചോദ്യം ചെയ്യുകയും അതിലൂടെ സത്യം മനസ്സിലാക്കുന്നു. ഇവൻ ആണ് ഷെനനെ കൊന്നിട്ടുള്ളതെന്നുള്ള കാര്യം. ക്രിസ് പറഞ്ഞത്, എനിക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഡിവോഴ്സ് ചെയ്യാമെന്ന് പറയുകയും ഇത് കേൾക്കുമ്പോൾ തന്നെ ഷെനിനുണ്ടെങ്കിൽ തൻ്റെ കുട്ടികളെ കരുത്ത് ഞെരിച്ച് കൊന്നിട്ട് തന്നെ ആക്രമിക്കാൻ വന്നു. സോ അതുകൊണ്ട് തന്നെ താൻ സ്വയരക്ഷയ്ക്ക് വേണ്ടി കൊല്ലുകയാണ് ചെയ്തതെന്ന് പറയുന്നു. അതിനെ തുടർന്ന് എവിടെ കുഴിച്ചിട്ട് എന്നുള്ളത് അവൻ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ സ്ഥലം കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും പോലീസിന് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, കുട്ടികളെ കൊന്നത് ഷെനിൻ തന്നെയാണോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെയും ക്രിസിനെ ചോദ്യം ചെയ്യുന്നു. അതിലാണ് മനസ്സിലാവുന്നത് ക്രിസ് തന്നെയാണ് ഷെനിനെയും കുട്ടികളെയും കൊന്നതെന്ന്. അതിനെ തുടർന്ന് അങ്ങനെ കേസ് തെളിയുകയും അവന് മരണം വരെ ജയിലിൽ കിടക്കാനുള്ള ശിക്ഷ ലഭിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നാളുകൾ കഴിയുകയും അവനെ ജയിലിൽ വെച്ചൊരു ഇൻ്റർവ്യൂ എടുക്കുകയാണ് ചെയ്യുന്നത്. അതിലാണ് ഞെട്ടിക്കുന്ന തരമായിട്ടുള്ള സത്യം വെളിയിൽ വരുന്നത്. പിന്നെയും കാരണം എന്തെന്ന് പറഞ്ഞാൽ ആ സ്റ്റോറി അവൻ വെളിപ്പെടുത്തുകയാണ്.
എങ്ങനെയാണ് അവൻ ഈ റിലേഷനിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നുള്ളത് കൊണ്ട് ആഗസ്റ്റ് 13-ാം തീയതി ഇവർ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ കുട്ടികൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ റൂമിലേക്ക് ചെന്ന് പില്ല കൊണ്ട് അമർത്തുകയാണ് ചെയ്യുന്നത്. അവരെ അങ്ങനെ കൊന്നു. അതിനുശേഷം ഉണ്ടെങ്കിൽ റൂമിൽ വന്ന് ഷെനിനെയും അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ആശ്ചര്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഷെനിനുണ്ടെങ്കിൽ തിരിച്ച് അറ്റാക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അവനെ ഇങ്ങനെ തന്നെ നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബെഡ്ഷീറ്റ് വെച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ പിന്നെ ആ ബെഡ്ഷീറ്റ് വെച്ച് അവളെ പൊതിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കുട്ടികൾ ഇറങ്ങി വരുന്നു. ബെല്ല ഇറങ്ങി വരികയാണ്. അതിലെ ഒരു പെൺകുട്ടി. ബെല്ല ഇറങ്ങി വന്നപ്പോഴത്തേക്കും ക്രിസിന് ഭയങ്കര അത്ഭുതമായി പോയി, ഇവളെങ്ങനെ ജീവനോടെ വന്നു. പക്ഷെ ആ സമയത്ത് അവൻ പറയുന്നത് അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിരുന്നു, എൻ്റെ തീരുമാനം മാറ്റി അല്ലെങ്കിൽ ആ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറാനുള്ള ഒരു അവസരം തരികയായിരുന്നു. പക്ഷെ ഞാൻ അത് കേട്ടില്ല. ആ സമയത്ത് ഷെനിനെ ഞാൻ എടുത്ത് ട്രക്കിലേക്ക് കയറ്റുകയും അതേ സമയത്ത് തന്നെ ബെല്ലയും സെലക്സിനെയും പിടിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ഈ റിമോട്ട് ഏരിയയിൽ. അവർ മുമ്പേ വെച്ച് തന്നെയാണ് ഞാൻ ഷെനിനെ കുരിശിടുന്നതും. അപ്പോൾ തന്നെ സെലക്സിന് കാര്യം മനസ്സിലായി, ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകുമെന്നും. സോ സെലക്സ് ഇതേ കണക്ക് അച്ഛ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുകയും പക്ഷേ ആ സമയത്തും അവനും ഉണ്ടെങ്കിൽ സെലക്സിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ സമയത്ത് പോലും സെലക്സ് ഒന്നും പ്രതികരിക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് അറ്റാക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അവനെ കൊണ്ടുപോയി ഓയിൽ ടാങ്കിൽ കൊണ്ടിടുകയും ചെയ്യുന്നുണ്ട്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവളുടെ ഏറ്റവും ഡിയറസ്റ്റ് മോളെ ബെല്ലയെടുത്ത് സംസാരിക്കാൻ പോകുമ്പോഴത്തേക്ക് ബെല്ല പറയുന്നു, അച്ഛൻ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതോടെ തന്നെ അവൾ മാത്രമാണ് എവരിലും അവനെ ആക്രമിക്കാൻ ചെന്നതെന്ന്. പക്ഷെ അവളെയും കഴുത്ത് ഞെരിച്ച് കൊന്ന് ടാങ്കിലിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ക്രിസ് ഉണ്ട് ഈ ടെലിവിഷനിലൂടെ പറയുകയാണ്. അതേ സമയത്ത് ക്രിസ് പറയുന്നുണ്ട്, ഞാൻ ഈ ചെയ്ത കാര്യങ്ങളിൽ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് വിഷമമുണ്ട്, ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന റിലേഷൻ ജനറുമായിട്ടുള്ള റിലേഷൻ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്തത്. പക്ഷേ ഞാൻ തന്നെയാണ് എനിക്കുണ്ടായിരുന്ന നല്ലൊരു ഫാമിലിയെ ഞാൻ നശിപ്പിച്ചതെന്ന് പറഞ്ഞ് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷൻ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എന്തെന്ന് പറഞ്ഞാലും ആ മരിച്ചു പോയവർ എന്തായാലും തിരിച്ചു വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് എന്ത് മനസ്സിലായെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇതേപോലത്തുള്ള സ്റ്റോറിയുമായിട്ട് ഞാൻ ഇനി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. താങ്ക്